സാറേ ആ കേൾക്കുന്നുണ്ട് സാറേ, കേൾക്കുന്നുണ്ട്. കുറച്ച് ഡിലേ ആയിപ്പോയി സാറേ. ഇത് ഇന്ന് തന്നെ കൺഫേം ആയിട്ട് ഒന്ന് അയക്കോളാം സാർ. റെഡി ആയിക്കോളാം ഞാൻ. ഓക്കെ ഓക്കെ. സാർ, ഇന്നത്തെ ഫയൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നാൽ പൊക്കോട്ടെ? ആ പൊക്കോ, എല്ലാവരും പൊക്കോ. മേളിൽ നിന്ന് വിളിക്കുമ്പോഴത്തേക്കേ മറുപടി പറയാൻ ഞാൻ അടുത്തുണ്ടല്ലോ ഇവിടെ. സാറേ, ഞാൻ 2 ദിവസത്തെ ലീവിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ഇനി ഒറ്റ ഒരെണ്ണത്തിന് ലീവുമില്ല, ഒരു കോപ്പുമില്ല. അങ്ങനെ പറയില്ല സാറേ. എൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ജോലിയും തീർത്ത് തരുന്നത് നോക്കി അവരെന്നെ കാത്തിരിക്കുക. ഇവിടെ ബാക്കിയുള്ളവൻ മേളിൽ നിന്നുള്ള തെറി മൊത്തം കേട്ടിട്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ഒരു ഉത്സവം. കഴിഞ്ഞ 1 മാസത്തെ ഫുൾ ഫയല് കറക്റ്റ് ചെയ്ത് 1 മണിക്കൂറിനുള്ളിൽ എൻ്റെ ടേബിളിൽ കിട്ടണം. എന്നാടാ സംഭവം എന്താ? ഓ, ഒന്നും പറയണ്ട. ഒറ്റ ഒരെണ്ണം നല്ലപോലെ പണിയെടുക്കത്തില്ല. ഇന്നലെ തന്നെയാണ് അയച്ച ഫയൽ ക്ലിയർ ആയിട്ടില്ല. അതെങ്ങനാ? MD വിളിക്കുമ്പോൾ മൊത്തം ചീത്ത കേൾക്കുന്ന ഞാനല്ലേ. അതിനാണോ നീ ആ പാവത്തിനോട് 1 മാസം കണക്കെല്ലാം റീചെക്ക് ചെയ്യാൻ പറഞ്ഞത്? അവനെ ഉത്സവം ആഘോഷിക്കാൻ ലീവ് വേണം പോലും. 1 മാസം പണി അങ്ങ് എടുക്കട്ടെ, ലീവിൻ്റെ കൊതി അങ്ങ് തീർന്നോളൂ. എടാ, നമ്മൾ ജോലി കയറിയപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അന്ന് നമ്മൾ ഒത്തിരി വിഷമിച്ച. അതുമല്ല, അവനവൻ്റെ കുടുംബക്കാരായിട്ടാണ് വന്നിരിക്കുന്നത്. ആ, നീ അതപ്പോഴത്തേക്കും വിശ്വസിച്ചോ? എടാ, ഇതൊക്കെ അവന്മാരുടെ സ്ഥിരം നമ്പറല്ലേ. അല്ലടാ, അവർ വെളിയിൽ കാത്തിരിപ്പുണ്ട്. എടാ, നീ അവൻ്റെ ഫാമിലിയെ കണ്ടു. നമ്മുടെ ചിന്നൂരപ്പുറം വയ്യാത്തൊരു അനിയൻ അവനുമുണ്ട്. ആ പയ്യനെ കൊണ്ടാണ് അവരുടെ അച്ഛനും അമ്മയും വെളിയിൽ കാത്തിരിക്കുന്നത്. എടാ, അവർ രാവിലെ മുതൽ കാത്തിരിക്കാമെന്നാണ് സെക്യൂരിറ്റി പറഞ്ഞത്. എടാ, അവർ വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഇപ്പം പണി ചെയ്ത് നിർത്തിയിട്ട് വേണം അവർക്ക് നിന്നെ കഴിക്കാൻ പോയി. ചേട്ടൻ വരുമ്പോ നമുക്ക് മേടിക്കാൻ വേണം മോനല്ലേ. ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നേരമല്ലേ? അതെ സാറേ, മോൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് വേണം പോകാൻ. അവരിപ്പം വരും കേട്ടോ. നിങ്ങൾ തൊടുപുഴയല്ലേ നാട്? അതെ സാറേ, തൊടുപുഴയാണ്. സന്ധ്യ പറഞ്ഞായിരുന്നു നിങ്ങൾ ഉത്സവത്തിന് പോകല്ലേ? അതെ സാറേ, നാടൊക്കെ വിട്ടു വന്നാലും മനസ്സിൽ നിന്ന് മായാത്ത ആഘോഷമാണ് ഞങ്ങളുടെ തൊടുപുഴ കണ്ണൻ്റെ തിരുവുത്സവം. ഈ വർഷമാണ് ഗംഭീര പരിപാടി, പോകാതിരിക്കാൻ പറ്റില്ല സാറേ. അതെ സാറേ, ഇതാ നോട്ടീസ്. ഈ വർഷമാണെങ്കിൽ സാറേ പ്രഗത്ഭരായ ഒത്തിരി പേര് വരുന്നുണ്ട്. നമ്മുടെ മഞ്ചരി, സുദീപ് കുമാർ, വിവേകാനന്ദൻ. അത് മാത്രമല്ല സാറേ, നമ്മുടെ സിനിമാ നടി ശോഭന, സരയു, കൃഷ്ണപ്രഭ ഇവരൊക്കെ ഉണ്ട്. ആ, എന്നാൽ നമുക്കൊന്ന് പോകണമല്ലോ. അത് മാത്രമല്ല സാറേ, എൻ്റെ മോനാണേ വയ്യാത്തതാ. ഇവൻ്റെ പേരിലൊരു വഴിപാടും കൂടി ഉണ്ട് ഞങ്ങൾക്ക് അവിടെ. അമ്മേ, ഇതുപോലെ വയ്യാത്തൊരു കുഞ്ഞ് എനിക്കും വീട്ടിലുണ്ട്. എന്നാൽ പിന്നെ സാറും മോളുമായിട്ട് ഞങ്ങളോട് വരുന്നോ? കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ പിള്ളേർക്ക് മാത്രമായിട്ട് കഴിപ്പിക്കുന്ന ഒരു വഴിപാട് നമ്മുടെ തൊടുപുഴ കണ്ണൻ്റെ അവിടെയുണ്ട്. ഉള്ളും പ്രാവും. കേരളത്തിൽ ആദ്യം നട തുറക്കുന്ന 2 അമ്പലങ്ങളിൽ ഒരമ്പലമാണ് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പുള്ളിനെ ചുണ്ടു കീറിക്കൊന്ന് വിശപ്പോടെ നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ പ്രതിഷ്ഠയാണ് സാറേ അവിടെ. കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമാണ്. കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ല ഉണ്ണിക്കണ്ണൻ. സാറിൻ്റെ പ്രാർത്ഥന കേൾക്കും. തീർച്ചയായിട്ടും അമ്മേ, ഞങ്ങളും എന്തായാലും വരും. സാറേ, വൈകിട്ട് തന്നെ തീർക്കാം. സദ്യപേ സോറിടാ, ഞാൻ അന്നേരത്തെ വിഷമത്തിൽ പറഞ്ഞ നീ വിട്ടുകളാ. ഡാ ചെല്ലടാ, നിന്റെ വീട്ടുകാരത് വെളിയിൽ കാത്തിരിക്കുന്നു. ഇവിടുത്തെ പണിയെ ഞങ്ങൾ നോക്കിക്കോളാം. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ.